ക്രിസ്തലോ ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, മീഡിയയിൽ കൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി ദൈവവചനവുമായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. നല്ലൊരു സമയത്താണ് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം, ദാനിയേലിന്റെ പുസ്തകം 2:19, 19, 20 വായിക്കാം. അങ്ങനെ ആ രഹസ്യം ദാനിയേൽ രാത്രിയിൽ ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ആ രഹസ്യവും ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ദാനിയേൽ പ്രവചനം 2:19, 20 വാക്യമാണ് നാം വായിച്ചത്. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു, അല്ലേ? ആ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. 19:23 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ നന്മയും ശക്തിയുമായി അവനെ സ്തുതിക്കുക. യഹോവയുടെ നന്മയ്ക്കും ശക്തിക്കുമായി അവനെ സ്തുതിക്കുക എന്നതായിരുന്നു. സ്വപ്നം അതിന്റെ വ്യാഖ്യാനം ദൈവം വെളിപ്പെടുത്തിയതിനു ശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ഒരു സ്വപ്നത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനം ദൈവം വെളിപ്പെടുത്തിയ ശേഷം ദാനിയേലിനുണ്ടായ ആദ്യ വിചാരം, അല്ലെ? ദാനിയേലിനുണ്ടായ ആദ്യ വിചാരമാണ് അങ്ങനെ ആ രഹസ്യവും ആ ബലവും ആ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരുടെ വിശേഷതയാണ് അവനോടുള്ള സ്വാഭാവികമായ സ്തോത്രാർപ്പണം. അതായത് ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോൾ അവനോടുള്ള സ്വാഭാവികതയാണ്, അവനോടുള്ള സ്തോത്രാർപ്പണമാണ് യഥാർത്ഥ വിശേഷത, അവനോടുള്ള സ്വാഭാവിക സ്തോത്ര അർപ്പണമെന്ന് പറയുന്നത്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. രാജാവിന്റെ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം അറിയിച്ചതിന് വ്യക്തമായ ഒരു പ്രശംസയും ദാനിയേൽ സ്വീകരിക്കുന്നില്ല. ഹല്ലേലൂയ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഒരു ദൈവം, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾ, ക്രിസ്തു വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. ഇവിടെ ദാനിയേലിനും ആ ഒരു സ്വപ്നത്തിന്റെ ആ രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നതിന്റെ പ്രശംസയും മഹത്വം ഒരിക്കലും സ്വീകരിക്കാതിരിക്കാൻ തക്കവണ്ണം നാം സൂക്ഷ്മയുള്ളതായിരിക്കണം. ദൈവം നമ്മളോട് പ്രവർത്തിക്കും, ഇല്ലേ? ദൈവം നമ്മളുടെ അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്യുമ്പോൾ അതിൽ നാം പ്രശംസിക്കുകയോ മഹത്വം ഒരിക്കലും സ്വീകരിക്കാതിരിക്കുവാൻ തക്കവണ്ണം നാം സൂക്ഷ്മയുള്ളതായിരിക്കണം. കാരണം നമ്മൾ ഒരിക്കലും അതിൽ മഹത്വം എടുക്കരുത്. ദൈവം തന്നു നാം ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്നു എന്നല്ലാതെ ഹല്ലേലൂയ അതിനകത്ത് ഒരു പ്രശംസ എടുക്കുവാൻ, അതിനകത്ത് ഒരു മഹത്വം എടുക്കുവാൻ നമുക്ക് ഒരു യോഗ്യതയില്ല. ദാനിയേൽ ദൈവത്തോട് വിനയമുള്ളവനും നേരുള്ളവനും വിശ്വസ്തതയുള്ളവനുമായി ഉള്ളതിനാൽ ദാനിയേലിന്റെ ദൈവത്തെ അംഗീകരിക്കുവാൻ എന്ന ഉചിതമായ പ്രകരണം പ്രകടിപ്പിക്കാൻ നെബൂഖദ്നേസർ സാധിച്ചു. ഹല്ലേലൂയ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തനാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിക്കും ഫലത്തിന് തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളെയും നീ ദൃഷ്ടി വെക്കുന്നു. യെരമ്യാവ് 32:19 പറയുന്നു, നീ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളിലും അതിൻ്റെതായ തക്കതായ ഫലം കൊടുക്കുന്നതിന് മനുഷ്യരുടെ എല്ലാ വഴികളിലും യഹോവയുടെ ദൃഷ്ടി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പകൽ സമയത്ത് എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കും, ഇല്ലേ? പകൽ സമയത്ത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ആ ജോലികളിലായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ വലുതായി കാണുന്നതിനല്ല, അവർ പ്രകാശമായി പോയി ഇരുട്ട് എല്ലായിടത്തും മൂടുമ്പോൾ ഭയവും ദുഃഖവും നമ്മിൽ വർദ്ധിക്കാനിടയാവും. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല എന്നുള്ളത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനത്രേ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഈ പുസ്തകത്തിലുടനീളം ദൈവത്തെ അത്യധികം സ്തുതിക്കുവാൻ
ദാനിയേലിന് അവന്റെ കൂട്ടുകാരായ ചന്ദ്രക്, മേശക്, അബേനഹോമിനും ഉണ്ടായിരുന്നു. അക്ഷരികമായി തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തെ ദൈവം തന്റെ ശക്തിയാൽ രാത്രി സൂക്ഷിച്ചതായി മനസ്സിലാക്കാം. ഒരു രാത്രി മുഴുവൻ ദാനിയേൽ ഗുഹയിൽ സിംഹങ്ങളോടൊപ്പം കിടന്നു. ദാനിയേലിന്റെ ഒരു രോമത്തെ പോലും കേട് സംഭവിച്ചില്ല. ഒരു രോമത്തെ പോലും തൊടുവാൻ ദൈവം സമ്മതിച്ചില്ല. ദാനിയേൽ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചു, അവനിൽ തന്നെ ആശ്രയിച്ചു. ഹാലേലൂയ. അതുകൊണ്ട് ഹാലേലൂയ, അവന്റെ ഒരു രോമം, അവന്റെ സിംഹക്കുഴിയിൽ കിടന്നിട്ട് പോലും അവന്റെ ഒരു രോമത്തെ പോലും തൊടുവാൻ കഴിഞ്ഞില്ല. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണെങ്കിൽ ഹാലേലൂയ, നമ്മൾ അവനിൽ വിശ്വസിച്ച് അവനെ തന്നെ പ്രാർത്ഥിച്ച് അവനിൽ തന്നെ കീഴ്പ്പെട്ട് അവൻ പറയുന്നത് അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്ന ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ഒരു രോമത്തെ പോലും തൊടുവാൻ ഹാലേലൂയ കഴിയത്തിൽ. അവൻ നമ്മൾ ഹാലേലൂയ ശത്രുവിന് അവനെ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല. ദാനിയേലിന്റെ ഒരു രോമത്തെ പോലും കേട് സംഭവിച്ചില്ല. ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേലിന്റെ സിംഹത്തിന്റെ ഗുഹയിലിടുവാൻ കൽപ്പിച്ച രാജാവ് ഒരു രാത്രി മുഴുവൻ ഉപവസിച്ച് രാത്രി കഴിച്ചു. ഉറക്കം അവനെ വിട്ടുപോയിരുന്നു. ഹാലേലൂയ. പ്രിയ സുഹൃത്തെ, ഹാലേലൂയ, താങ്കൾക്ക് ഇതുപോലുള്ള അനുഭവം നേരിട്ടുണ്ടെങ്കിലും ഉറക്കം കെടുത്തുന്ന ദിനങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ അല്ല, ദാനിയേലിനോട് കൂടി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും. നമ്മുടെ ഇരുണ്ട ദിനങ്ങളിലേക്ക് നമുക്ക് ദൈവിക ശക്തി മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഇരുണ്ട ദിവസങ്ങളുണ്ട് അല്ലേ, നമുക്ക് ആ ഒരു അവസ്ഥയില് ദൈവ സാന്നിധ്യം അല്ലെ, പ്രതികൂലത്തിന്റെ അവസ്ഥ അല്ലെ, ആ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവിക ശക്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമ്മെ ചില പാഠങ്ങൾ തുനിയുമ്പോൾ നാം അതിനെ എതിർക്കാതെ ക്ഷമയോടെ സ്വീകരിക്കുമെങ്കിൽ അവൻ തന്റെ രഹസ്യങ്ങളെ നമ്മെ അറിയിക്കുകയും അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തി തന്ന് അവൻ ഇരുട്ടിലുള്ളത് അറിയിച്ചും വെളിച്ചം അവനോടുകൂടെ വസിക്കുകയും ചെയ്യും. ഹാലേലൂയ, ഹാലേലൂയ. വാക്യം ഹാലേലൂയ. ദാനിയേലിന്റെ 2:22 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു, അവൻ ഇരുട്ടിലുള്ളത് അറിയിക്കുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഹാലേലൂയ. ഇരുട്ടിലുള്ളത് മറഞ്ഞു കിടക്കുന്ന ചിലത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയാവും. നമ്മൾ ഉണ്ടാകുന്ന വലിയ തെറ്റ്, നമുക്ക് എതിരായ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ദൈവത്തോട് കോപിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നാം ചിലരെ ചെയ്യാറുണ്ട്, ദൈവത്തോട് എന്താ ദൈവം എങ്ങനെ എന്റെ ജീവിത സമയത്ത് യോന ഹാലേലൂയ നിനിവേയിലേക്ക് പറഞ്ഞു വിട്ടു. ഹാലേലൂയ, അവൻ പോകാതെ വഴിതെറ്റി. ഹാലേലൂയ. ആ ഒരു ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതെ ഇരുന്നു. എന്നാലേ അവൻ ചുരുക്കി പറയാം, അവൻ ആവണക്കിന്റെ ചുവട്ടിലിരുന്നു. ആവണക്കിന്റെ ഇലയത് കഴിക്കുവാൻ പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കി. അത് പുഴു തിന്നപ്പോ വെയിലടിക്കുവാനിടയായി. അപ്പോൾ അവൻ അവിടെ കോപിക്കുവാനിടയായി. നാം അങ്ങനെ കോപിക്കുന്നവരാകരുത്. ദൈവം ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അയക്കാതിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കരുത്. നാം നമ്മെ തന്നെ ദൈവസ്കാരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹാലേലൂയ, നാം ഏത് വിഷയത്തെ മേലാണോ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിൽ മേലാണോ വിടുതലില്ലാതിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ കരം അത് ഇറങ്ങി വരുവാനിടയാകും. നമ്മെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നത് അയ്യോ കഷ്ടം. യെശയ്യാ 45:9. നമ്മുടെ ഇരുട്ടേറിയ സമയങ്ങളിൽ ദൈവത്തോട് മത്സരിക്കുന്നതിന് പകരം അവനെ പ്രവർത്തിക്കുവാൻ സമയം കൊടുക്കുക അത്രയേ വേണ്ടത്. ഹാലേലൂയ. നമുക്ക് ജീവിതത്തിൽ ഇരുട്ടേറിയ അവസ്ഥകൾ ഉണ്ടാകും. ഹാലേലൂയ. അതിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം കൊടുക്കുക, അതിനായി വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് പലർക്കും കഴിയാത്തൊരു കാര്യമുണ്ട്. വെയിറ്റ് ചെയ്ത് ഇരിക്കുവാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. എന്നെ ശ്രമിക്കുന്നവരെ, ദൈവമേ, അർദ്ധരാത്രി സകലവും പ്രതികൂലമായി തോന്നും. ഹാലേലൂയ. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, അതായത് നീ ഉറങ്ങുകയോ മയങ്ങാതെ ഉണർന്നിരിക്കുന്നു ഇല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇല്ലേ. അപ്പൊ ഉറങ്ങാതെ മയങ്ങാതെ എപ്പോഴും നിന്റെ സന്നിധിയോട് അടുത്ത് വരുവാനും, എപ്പോഴും എൻ്റെ കർത്താവിന്റെ സന്നിധിയോട് അടുത്ത് വരുവാനും, നമ്മുടെ ആവശ്യങ്ങള്
കർത്താവിനോട് അറിയിക്കുവാനും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്നും പ്രകാശവും സമാധാനവും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് ഇരുട്ടിന്റെ അവസ്ഥയാണോ, നമുക്ക് മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയാണോ, അന്ധകാരത്തിലാണോ നാം കിടക്കുന്നത് എങ്കിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അന്ധകാരം വെളിച്ചമാക്കുന്ന ഹാലേലൂയ, ഹാലേലൂയ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദൈവത്തെയാണ് നാം ഇന്ന് സേവിക്കുന്നത്. ഹാലേലൂയ, ഹാലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹാലേലൂയ, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഇരുളേറിയ അവസ്ഥകൾക്ക് ദൈവം ഒരു വിടുതൽ അയക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളെ മേൽ വരും. ഹാലേലൂയ, യേശു എന്ന സത്യം വെളിച്ച നിങ്ങളെ മേൽ വരുമ്പോ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ഹാലേലൂയ, ആ ഇരുളിന്റെ അവസ്ഥകൾ മാറി മുന്നോട്ടും പിറകോട്ടും ചലിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥകളെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. അത്ഭുതം അത് സംഭവിക്കുവാൻ പോകുന്നു. കർത്താവിന്റെ കരം ചലിക്കുന്നതിന് നന്ദി. ഈ മെസ്സേജ് അനേകർക്ക് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമാക്കുന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥന കെട്ടിക്കാൻ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ആമേൻ.